നമസ്കാരം. സ്പോർട്ട് ലൈവിലേക്ക്. സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ, അതിന്മേലുള്ള നടപടികൾ, നിലപാടുകൾ, പ്രതികരണങ്ങൾ ഇതൊക്കെയാണ് രാജ്യം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് രാഹുൽ ഗാന്ധിയുടെ സ്ത്രീവിരുദ്ധ നിലപാട്, മറ്റൊന്ന് ഹാർദിക് പാണ്ഡ്യയുടെ സ്ത്രീവിരുദ്ധ പരാമർശം. ഏതായാലും രണ്ടിലും പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, നിലപാടുകൾ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഒടുവിൽ രാഹുൽ ഗാന്ധിക്ക് പിടിവീണു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. ദേശീയ വനിതാ കമ്മീഷന്റെ നോട്ടീസ് കിട്ടിയിരിക്കുന്നു. പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനെതിരായ പരാമർശങ്ങളുടെ പേരിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് ദേശീയ വനിതാ കമ്മീഷന്റെ നോട്ടീസ്. ഒരു മഹിളയെ ആരോപണങ്ങൾ പ്രതിരോധിക്കാൻ ഏൽപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓടിപ്പോയെന്ന രാഹുലിന്റെ പരാമർശമാണ് വിവാദത്തിലായത്. രാഹുലിന്റെ പ്രസ്താവന രാജ്യത്തെ സ്ത്രീകൾക്കെതിരെയുള്ളതാണെന്ന ആരോപണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച തന്നെ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ നടപടി. ജനുവരി 9 വിവിധ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. രാഹുലിന്റെ പരാമർശങ്ങൾ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും കുറ്റകരവും അസന്മാർഗികവുമാണ്. പൊതുവായി സ്ത്രീകളുടെ അന്തസ്സിനെ അങ്ങേയറ്റം അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണിത്. പ്രധാന സ്ഥാനങ്ങളിലുള്ളവർ ഇത്തരം നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തുന്നതിൽ വനിതാ കമ്മീഷൻ അപലപിക്കുന്നതായും നോട്ടീസിലുണ്ട്. വിഷയത്തിൽ രാഹുൽ വിശദീകരണം നൽകണമെന്നും വനിതാ കമ്മീഷൻ ആവശ്യപ്പെടുന്നു. ബുധനാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിനോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നതെന്ന് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ പ്രതികരിച്ചു. രാഹുലിന്റെ ആരോപണം സ്ത്രീവിരുദ്ധവും പരിതാപകരവുമാണ്, അതുകൊണ്ടാണ് നോട്ടീസ് അയച്ചതെന്നും രേഖാ ശർമ്മ വ്യക്തമാക്കുന്നു. രാഹുൽ വ്യക്തമാക്കിയതും പറഞ്ഞതുമൊക്കെ ഇങ്ങനെയാണ്. മോദിജിയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, സ്ത്രീകളെ ബഹുമാനിക്കുന്ന നമ്മുടെ സംസ്കാരം വീടുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇളകുന്നത് നിർത്തൂ. പുരുഷനെ പോലെ എന്റെ ചോദ്യത്തിന് മറുപടി നൽകൂ. യഥാർത്ഥ റഫേൽ കരാറിൽ താങ്കൾ ഇടപെട്ടപ്പോൾ പ്രതിരോധ മന്ത്രാലയമോ വ്യോമസേനയോ എതിർത്തിരുന്നോ? അതെയോ അല്ലയോ? ട്വിറ്ററിൽ രാഹുൽ ചോദിച്ചത് ഇങ്ങനെയാണ്. പാർലമെന്റിൽ പ്രധാനമന്ത്രിയെ സംഭവം പരാമർശിച്ചാണ് രാഹുൽ ബുധനാഴ്ച പ്രതികരിച്ചത്. 56 ഇഞ്ച് നെഞ്ചുള്ള കാവൽക്കാരൻ ഓടിപ്പോയെന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷന്റെ ആരോപണം. സീതാരാമൻ ജി പ്രതിരോധിക്കൂ, എനിക്ക് സ്വയം ഇത് പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി പോയി. എന്നാൽ 2.5 മണിക്കൂർ എടുത്തിട്ടും ആ സ്ത്രീക്ക് അതിന് സാധിച്ചില്ലെന്നും രാഹുൽ പറഞ്ഞിരുന്നു. ഇത് സ്ത്രീവിരുദ്ധമാണെന്ന് പ്രധാനമന്ത്രിയും ആരോപിച്ചു. ഏതായാലും രാജ്യം വളരെ ഗൗരവത്തോടെ അത് കാണുമ്പോൾ മറ്റൊരു സംഭവം സംഭവിച്ചു പോയതിൽ കുറ്റബോധമുണ്ടെന്നും പറഞ്ഞത് അധിക്ഷേപകരമാകുമെന്ന് ഓർത്തില്ലെന്നുമുള്ള പാണ്ഡ്യയുടെ നിലപാടാണ്. കോഫി വിത്ത് കരൺ എന്ന ചാറ്റ് ഷോയിൽ പങ്കെടുത്ത് പാണ്ഡ്യ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിലും മറ്റും വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. ചാറ്റ് ഷോയ്ക്കിടെ നടത്തിയ വിവാദ പരാമർശങ്ങളുടെ പേരിൽ BCCI നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് വിശദീകരണം നൽകിയാണ് ഇന്ത്യൻ താരം ഹാർദിക് പാണ്ഡ്യ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. പറഞ്ഞുപോയ കാര്യങ്ങളിൽ കുറ്റബോധമുണ്ടെന്നും ഇനി ഇത്തരം തെറ്റുകൾ ആവർത്തിക്കില്ലെന്നും BCCIയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടിയായി പാണ്ഡ്യ പറഞ്ഞു. കോഫി വിത്ത് കരൺ എന്ന ചാറ്റ് ഷോയിൽ പങ്കെടുത്ത് പാണ്ഡ്യ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിലും മറ്റും വ്യാപക പ്രതിഷേധമാണ് ഉണ്ടായത്. സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുടെ പേരിൽ വിമർശനം ശക്തമായതോടെ ഹാർദിക് പാണ്ഡ്യ ട്വിറ്ററിലൂടെ മാപ്പപേക്ഷയുമായി രംഗത്തെത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെ COA തലവൻ വിനോദ് റായ് വിശദീകരണം ആവശ്യപ്പെടുകയായിരുന്നു. തന്റെ വാക്കുകൾ ആരെയെങ്കിലും വേദനിപ്പിക്കുമെന്നോ അധിക്ഷേപകരമാകുമെന്നോ അറിയാതെയായിരുന്നു ആ പരാമർശങ്ങൾ. സംഭവിച്ചു പോയതിൽ അതിയായ കുറ്റബോധമുണ്ട്. ആ പ്രതികരണങ്ങൾ ഏതെങ്കിലും വിഭാഗത്തെ മനഃപൂർവ്വം മോശമാക്കാനായിരുന്നില്ലെന്നാണ് പാണ്ഡ്യയുടെ മറുപടി. ഏതായാലും 2 സംഭവങ്ങൾ വളരെ ചർച്ചയാവുകയാണ്. പ്രത്യേകിച്ചും കോഫി വിത്ത് കരൺ എന്നുള്ള ഷോയുടെ സ്വഭാവം കൊണ്ട് കുറച്ച് കടമ സംസാരിച്ച് പോയതാണെന്നാണ് പാണ്ഡ്യ പറയുന്നത്. സമാനമായ സംഭവങ്ങൾ ഇനി എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകുന്നതായും പാണ്ഡ്യ BCCIക്ക് നൽകിയ മറുപടിയിൽ പറയുകയാണ്. രാജ്യം ഈ 2 വിഷയങ്ങളെയും, ഹാർദിക് പാണ്ഡ്യയുടെ നിലപാടുകളെയും രാഹുൽ ഗാന്ധിയുടെ പ്രതികരണങ്ങളൊക്കെ വരും മണിക്കൂറുകളിലുള്ള പ്രതീക്ഷയുടെ ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും സ്ത്രീവിരുദ്ധ പരാമർശങ്ങളിൽ 2ലും നിലപാടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം.